ശിരിക്കുട്ടാതാ മക്കാനക്കറി സൂപ്പറായി വന്നിട്ടുണ്ട് നോക്കുതാ. സൂപ്പറായി വന്നിട്ടുണ്ട് ശിരിക്കുട്ടാതാ. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ള താമരവിത്ത് അഥവാ മക്കാനക്കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് ശുചിക്കുട്ട ഇത് ഉണ്ടാക്കാം കേട്ടാ. വാ, ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ പറയാം. ഇത് 100 ഗ്രാമാണ് ഇപ്പൊ ഈ വിത്തുള്ളത്. 100 ഗ്രാമിന് ഇതിന് 200 രൂപയാണ്. 1 കിലോനിക്ക് 2000 മുതൽ 5000 വരെ പല ക്വാളിറ്റിക്ക് അനുസരിച്ച് പല വിലയാണ് ഇതിൻ്റെ വിലയുള്ളത്. അപ്പോൾ ഇതൊരു കടുക് മണി മാതിരി ഒരു കുരുമുളകിൻ്റെ വലിപ്പത്തിൽ ഏകദേശമുള്ളൊരു വിത്താണ്. ഇതിനെ വറുത്തിട്ടാണ് ഈ ലെവലിൽ ആക്കുന്നത്, ഈ പോപ്കോൺ മാതിരിയൊക്കെ. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ മക്കാന പറഞ്ഞ ഈ താമര വിത്ത്, പിന്നെ കുറച്ച് മല്ലിയില, 2-3 തക്കാളി, കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ബീട്രൂട്ട് ചെറിയൊരു പീസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 വലിയുള്ളി അരിഞ്ഞത് പൊടിയായി അരിഞ്ഞത്, കസൂരി മേത്തി, ജീരകം, കശുവണ്ടിപ്പരിപ്പ്, 2 മുളക്, കിങ് മസാല. ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കിട്ടും കിങ് മസാല പറഞ്ഞിട്ട്. പിന്നെ നമ്മൾക്ക് ഉണ്ടാക്കുകയും ചെയ്യുക. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ റെസിപ്പി നമ്മൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. നല്ല മണമുള്ളതാണ്. കുറച്ച് എണ്ണ ഒഴിക്കിട്ടാ വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ സ്പോഞ്ച് മാതിരി ഉണ്ടാകുക. ഇതിന് മൊരിമൊരിയൊന്ന് അമർത്തിയ പൊടിയണം, അപ്പോഴാണ് ഇത് പാകമായി എടുക്കുക. അപ്പോൾ ഈ രീതിയിലും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ചിട്ട് തീ കുറച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഇതിങ്ങനെ പൊരിയണ് കണ്ടില്ലേ, മൊരിഞ്ഞിട്ട് ഈ ലെവലിലാവും, കരിയാൻ പറ്റില്ല. ഇതാ അപ്പം നമുക്ക് വറുത്തത് ഇതിൽ എടുത്ത് മാറ്റി വയ്ക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നാ ഇവിടെ ഇട്ടോ, നന്നായി ഇളക്ക്. മിക്സിയിലിട്ടോ അതിനുള്ള ജീരകോട്, കശുവണ്ടി പരിപ്പിട്, കുറച്ച് 2 പച്ചമുളക്. നമുക്ക് അരച്ചിട്ട് വരാം കേട്ടാ. ചേരുവകൾ ഒഴുക്കി അരച്ച ചേരുവകൾ ഇളക്ക് ഇളക്ക് തീ ഇളക്ക്. ഒന്നും കൂടി ഒഴിക്കും. വീട്ടിലോട്ട് മുറിച്ചിട്ട് തീക്കൂട്ടാ അരച്ചിട്ട് അതിൽ ഒഴിക്കാനാണ്. മുറുക്കി ഇങ്ങനെ മുറുക്കി ഇങ്ങനെ അങ്ങനെ അങ്ങനെ മുറുക്കി കൈ പിടിക്കും മോളിൽ. ഇനി തിരിക്കി തിരിച്ച് പിടിക്കും. അമർത്ത്, മുകളിൽ കൈ വെച്ച് അമർത്ത്. അങ്ങനെ വെച്ചാൽ മതി ചീക്കൂട്ടാ. ചീറ്റും ഇങ്ങനെ വെച്ചാൽ മതി. വാരിയിട്ടോ. ചെറിയ തുണ്ട് ബീട്രൂട്ട് അരച്ചതാണ് ഇവിടെ ചേർക്കുന്നത്. നമ്മുടെ ബീഹാറിൽ മധുബനി പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഇത് ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്. ഈ താമരപ്പൂ നിറയെ കൃഷി ചെയ്യുന്നുണ്ട് ആൾക്കാർ. കൃഷി ചെയ്തിട്ട് ഈ പൂത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വിത്ത് മൂക്കും. വിത്ത് മൂത്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ കുളത്തിൽ വീഴും. ആ ഉണ്ടായ കുളത്തിൽ അത് അധികം ഒരാൾക്ക് ഈ ഹൈറ്റേ ഉണ്ടാവുള്ളൂ, കുളത്തിൻ്റെ ആഴങ്ങളൊക്കെ. അതിലവർ കൃഷി ചെയ്യണത്. അങ്ങനെ വെള്ളത്തിനുള്ളിൽ ഇത് വീണ് കഴിഞ്ഞാൽ അവർ മുങ്ങി തപ്പിയിട്ട് കക്കയൊക്കെ പെറുക്കിയെടുക്കണ മാതിരി, ഈ കക്കകളൊക്കെ പെറുക്കി മുങ്ങിയെടുക്കില്ല മുക്കുവന്മാർ, എന്നമാതിരി ഇവർ മുങ്ങിയിട്ട് ഈ വിത്തിനെ എടുക്കും. എടുത്ത ശേഷം അതിൽ കുരുമുളക് മാതിരി വലിപ്പോടെ ചെറിയ 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 കായകളുണ്ടാവും. ഇതിനെ കഴുകി വൃത്തിയാക്കി ഉണക്കി വറുത്തിട്ടാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. ആ രീതിയിലാണ് നമുക്ക് കിട്ടുക. ഇത് പിന്നെ ചൈനയിലും അതുമാതിരി മറ്റ് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ, നേപ്പാളിലൊക്കെ ഇത് ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ബീഹാറിലാണ് 90% കൃഷി ചെയ്യുന്നത്. കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിൽ മീനിനേക്കാളും കോഴിമുട്ടനേക്കാളും കൂടുതൽ പ്രോട്ടീന്, മഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക്, അയൺ ഇങ്ങനെയുള്ള ധാരാളം, അതേമാതിരി ഫൈബർ, ഇതൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഷുഗറുള്ളവർക്ക് കഴിക്കാം, അതേമാതിരി തടി കൂടുതലുള്ളവർക്ക് കഴിക്കാം, തടി കുറയ്ക്കാൻ. അങ്ങനെ പല, ഇത് സസ്യ പ്രോട്ടീനാണ്. നമ്മൾ ചിക്കനും മീനൊക്കെ കഴിക്കണ മാതിരി സസ്യത്തിലുള്ള ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇത് സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്ക് ഏറ്റവും ഗുണമാണ് ഇത് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേമാതിരി ജിം എടുക്കുന്നവരൊക്കെ ബോഡിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്
അതേമാതിരി നല്ല ഇത് കിട്ടാനൊക്കെ അവരൊക്കെ ജിമ്മുകൾ എടുക്കുന്ന ഒരു ബോഡി ബിൽഡ് കറക്റ്റ് ചെയ്യുന്നുണ്ട്, അവർ നിറയെ കഴിക്കുന്നുണ്ട്. ഇത് അധികം ഇപ്പോൾ കോഓപ്പറേറ്റീവ് കമ്പനികളാണ് അധികം ഇത് ഒന്നായി കൃഷിക്കാരൻ്റെ നിന്ന് അവരിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി അവർ സ്റ്റോക്ക് ചെയ്ത് അവർ വിൽക്കുന്നത്. അതുകൊണ്ട് കൃഷിക്കാർക്കൊന്നും നല്ല വിലയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ സർക്കാർ ഇതിന് നമ്മൾ കോക്കനട്ട് ബോർഡ്, കയർ ബോർഡ്, റബ്ബർ ബോർഡ് മാതിരി ഒരു ബോർഡ് ഇതിന് രൂപീകരിച്ചിട്ട് കൃഷിക്കാർക്ക് അതിനുള്ള സബ്സിഡിയും ആനുകൂല്യങ്ങളും എല്ലാം കൊടുത്ത് അവരതിന് സംഭരിച്ച് അതേമാതിരി ഇതിന് മൂല്യവർദ്ധിത വസ്തുക്കൾ, ഇതിന് അവിൽ അതേമാതിരി പല വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് വിറ്റ് അവരിനെ കൃഷിക്കാരനൊന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിതിന് ഫണ്ട് വകയിരുത്തി ഇതിന് ബോർഡ് രൂപീകരിക്കുന്നത്. അത് നല്ല കാര്യമാണ്, കർഷകർക്ക് നല്ല കാര്യമാണ്. അതേമാതിരി ജനങ്ങൾക്കും ഇത് നല്ല രീതിയിലൊക്കെ ഇനി കിട്ടും. ഇതിനെപ്പറ്റി നന്നായി മനസ്സിലാക്കാനൊക്കെ പറ്റും. വിദേശ രാജ്യങ്ങളൊക്കെ ഇതിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാ എടുക്കും ചുട്ടുന്ന മുളക് പൊടി ഇടുക, മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്, നമ്മളുണ്ടാക്കിയ കിങ് മസാലപ്പൊടി അത് 2 സ്പൂൺ ഇട് കേട്ടോ ശരിക്കുട്ട. നിങ്ങളൊക്കെ കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് മാമ. ഇത് കുറുകി ഇനി കറിക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം നമുക്ക് ഒഴിക്കാം. ശരിക്കുട്ട ഒഴിക്ക്. വിളക്ക് നോക്കണ്ട, മുഖത്ത് തെറിക്കും, മണം നോക്കാൻ പറ്റില്ല. തെറിക്കും സിജു, തെറിക്കും. കസൂരി മേത്തി പൊടിച്ചിട്ട് ശരിക്കുട്ട. സിജു ഇങ്ങനെ ഇതാ പൊടിച്ചിടാണ് കസൂരി മേത്തിനെ. ഇളക്ക് സിജു ഇളക്ക്. എണ്ണ തെളിഞ്ഞ് വന്നു. ഇതുണ്ട് ശരിക്കുട്ട, എല്ലാം എണ്ണ തെളിഞ്ഞിട്ട് മക്കാനെ നമുക്കിതിൽ ചേർക്കാം. നന്നായി ഇളക്ക്. റൗണ്ടിൽ ഇളക്ക്. നന്നായി ഇളക്ക് ശരിക്കുട്ട. മക്കാന സൂപ്പറായിട്ട് ആയിട്ടുണ്ട് കേട്ടാ. ശരിക്കുട്ട കുറച്ച് ബട്ടർ ഒഴിക്കുന്ന. ശരിക്കുട്ട അതാ മക്കാനക്കറി സൂപ്പറായി വന്നിട്ടുണ്ട്. നോക്കുതാ, സൂപ്പറായി വന്നിട്ടുണ്ട് ശരിക്കുട്ട. അതാ സൂപ്പറായി വന്നിട്ടുണ്ട്. നമുക്ക് കഴിക്കാട്ടേനെ. അപ്പോൾ മക്കാന കറി, താമരപുത്തി കറി റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വീഡിയോ പലരും കാണുന്നില്ല പറയുന്നുണ്ട്, അത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാത്തവർ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് എല്ലാവരും കാണുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതാണ്. താങ്ക് യു മണിക്ക് എല്ലാവർക്കും. താങ്ക് യു. ബൈ. മാമിയും കൂടിയിട്ട് സൂപ്പറായിട്ടുണ്ട് ശരിക്കുട്ടാ. ടിജുവിന് അവൻ തട്ടിപ്പിടി തിന്നുണ്ട്. മാമനെ കൈ പിടിച്ചിട്ട് നമുക്ക് തിന്നാണ്ടിരിക്കാന്. മാമ ഇച്ചിരി കഴിക്കട്ടെ കുട്ടാ. സൂപ്പർ.